മാപ്പിലുള്ള റോഡ് അനുസരിച്ച് വന്നപ്പോൾ ഇവിടെ ബ്രിഡ്ജിന്റെ പണി നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ ഇവിടുന്ന് വന്നത്രയും ദൂരം ഞാൻ ഇനി ആ വണ്ടി കൊണ്ട് റിവേഴ്സ് പോകണല്ലോ എൻ്റെ ദൈവമേ എന്ന് ആലോചിച്ചു. എത്ര കിലോമീറ്റർ ഇപ്പോൾ ഞാൻ റിവേഴ്സ് പോകണമെന്ന് അറിയാം ഇനി ആ വണ്ടി കൊണ്ട്. ഇങ്ങനെയാണ് ഓരോ സ്ഥലത്ത് വന്നിട്ട് ഒരു അടുപ്പിലേക്ക് കയറി വരിക എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെയാണ് വരിക, വന്ന് പെടുക. അമ്മമാർക്ക് എന്നാ അവിടെ എഴുതി വെച്ചാൽ മതി, സാധനം ഇതിലെ പോല എന്നല്ല. അവിടെ മത്തായി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് കമ്പനീൻ്റെ പേര് മത്തായി എഴുതി വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവും അവിടെ റോഡ് അടവാന്നുള്ളത്? ഇതുണ്ട്. ഇങ്ങനെയാണ് രാവിലെ തന്നെ വന്നിട്ട് ഓരോ സ്ഥലത്ത് വന്നിട്ട് പെടുന്നത്. അവിടെ റോഡ് പണിയായിട്ട് റോഡ് മുറിച്ചിട്ടേക്കുക. ഇനിയിപ്പോൾ ഈ റോഡിൻ്റെ വീതി ഉണ്ടല്ലേ, ഇനി ഞാൻ കൊണ്ടുവന്ന പേടകം ഇവിടെ എനിക്കൊന്നൊരു 6-7 കിലോമീറ്റർ അങ്ങനെ സിംഗിൾ റോഡിന് വന്നിട്ട് 3 കിലോമീറ്റർ ഇനി ഞാൻ ഇപ്പോൾ വണ്ടി കൊണ്ട് റിവേഴ്സ് പോകണമെന്നുള്ള. ഞാൻ എവിടെ ഇട്ട് തിരിച്ചു കൊണ്ടുപോകുന്നുള്ളത് ആലോചിച്ചിടാം. ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും നമ്മളെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. മാത്രം അറിയില്ല, നോക്കാം. ഇത് മറ്റെന്താ പറയുന്നത്, ഇത് ഒരു ശീലമായിട്ട് ഇങ്ങനത്തെയൊക്കെ വന്നിട്ട് വളരെ ഒന്നുമല്ലാണ്ടായി തുടങ്ങിയിരുന്നു. ഒന്നിനെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ തന്നെ വരുള്ളൂ. ഇതെന്ത് ചെയ്യാനാ സുഹൃത്തുക്കളെ? എങ്ങനെ ഇവിടുന്ന് കറക്കി എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നുള്ളത് അതപ്പോടെ ട്രാപ്പായ ഒരവസ്ഥയിലാണ് ഇത്. ഇല്ലേ കണ്ട കിലോമീറ്റർ അത്രയും ഞാൻ റിവേഴ്സ് പോകേണ്ടി വരില്ല. ചേട്ടാ ഇനി തൊന്തരവിൻ്റെ അതിൽ നിന്ന് എങ്ങനെയാണ് കഴിച്ചിലായി വരുന്നതെന്നൊന്ന് വീഡിയോ എടുത്ത് നോക്കാം. മറ്റെന്താ പറയുക, വണ്ടി ഇനി എന്തെങ്കിലും ട്രബിൾ ഉണ്ടായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അല്ലേലിരിക്കും. കാരണം ഇത് കമ്പനി എന്ന ലൊക്കേഷനാണ്, നമ്മളെ ഇഷ്ടത്തിന് വന്നതല്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ പണി കാണും. കാരണം പിന്നെ നമ്മളെ ഇഷ്ടത്തിന് കൊണ്ട് മറിച്ചെന്ന് പറയും വണ്ടി. ഇവിടുന്ന് പോവാതിരിക്കാനും പറ്റില്ല. അപ്പം എന്തായാലും തിരിച്ചേ പറ്റുള്ളൂ. നോക്കാം. തലവര നല്ലതായതുകൊണ്ട് ദൈവം സാധിച്ചിട്ട് തിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് യാത്ര. ഈ വീഡിയോ എടുത്ത് വിടുന്നത് ഒരു വലിയ സംഭവമുള്ള കാര്യം ആയതുകൊണ്ടല്ല. ഇവിടെ വന്നു കഴിഞ്ഞാലും
ഇങ്ങനെയും വഴികളിൽ കൂടിയൊക്കെ പോകേണ്ടി വരും. കാരണം അതിപ്പോൾ റൂട്ട് മാപ്പ് തന്ന വഴിക്കാണ് പോയത്. ഞാനായിട്ട് വഴി തെറ്റിച്ച് ഓടിയതല്ല. അപ്പം എന്നാലും നമ്മൾ ഇങ്ങനെ പെടും. ഇപ്പോൾ രാത്രിയായാലും പെടും, പകലും പെടും. ഇങ്ങനത്തെ ഒരു മറഞ്ഞിരിക്കുന്ന വശം കൂടി ഈ ഒരു ഡ്രൈവർ ഫീൽഡിലുണ്ട്. നാട്ടിലായാലും ഉണ്ട്, ഇവിടെ യൂറോപ്പിൽ വന്നാലും ഉണ്ട്. അപ്പോൾ ഡ്രൈവേഴ്സായിട്ട് തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാർ മൊത്തം നമ്മൾ ഓടിക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി എന്താണോ അത് ചെറുതായിട്ടൊന്ന് തട്ടിമുട്ടി മുമ്പോട്ടും ബാക്കോട്ടും എടുക്കാൻ പഠിക്കാതെ ഇത് അങ്ങനെ തന്നെ തിരിക്കാനും മറിക്കാനൊക്കെ നല്ല രീതിക്ക് കൈവശാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. എല്ലാവരും ശ്രദ്ധിക്കാം. വീടുകളെ ഇടയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പൊടി അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വീടിന്റെ ചുമരും നമ്മുടെ ട്രെയിലറിന്റെ വാലുമായിട്ട് പോരും. അതുകൊണ്ട് എന്തെന്നാ പറയാന്നറിയില്ല. എല്ലാം കൊണ്ടും മനുഷ്യൻ ഒരവസ്ഥയിലിരിക്കുക. കാരണം തല മാത്രമേ കറങ്ങുള്ളൂ, വാല അവിടെ നിന്ന് തിരിയും. നാട്ടിലൊക്കെ ബസ് ഓടിക്കുന്ന മാതിരി തന്നെ ദൈവമേ. ഇതിനിപ്പോൾ അപ്പുറത്തെ തൊടിയിലൊക്കെ കയറ്റിയിട്ട് എടുത്ത് വളച്ച് ബാക്കിൽ പോയി നോക്കണം. അത് കാർമ തട്ടുമെന്നുള്ളത് എന്നിട്ട് നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഫൈൻ കൊടുക്കാൻ അവിടെ നേരം കാണും. ആ വീടിൻ്റെ ചുമരായിട്ട് എൻ്റെ ട്രെയിലർ നിൽക്കുന്ന എങ്ങനെയാ നോക്കിയേ. അപ്പം തട്ടിയില്ല എന്നും പറഞ്ഞിട്ടുള്ള വഴി കൂടിയൊക്കെ നമുക്ക് ഇങ്ങനെ പോകേണ്ടി വരും. പിന്നെ കുടുംബത്തുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ പവറാണ്. അല്ലാണ്ട് എനിക്കിത് വലിയ കഴിവുണ്ടായിട്ടൊന്നുമില്ല. ഒഴിഞ്ഞു പോരുന്നുണ്ട് എല്ലാ മാരണങ്ങളിൽ നിന്നും ഓരോ വട്ടം. കാണുന്ന റോഡിൽ നിന്ന് അങ്ങോട്ട് പോയത് ട്രക്ക് ബാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ദൈവം. ഇനി എങ്ങനെ അങ്ങോട്ട് പോകും? 10 മീറ്റർ മേലോട്ടുള്ള വണ്ടിക്ക് അവിടെ പോകാൻ പറ്റില്ല, അവിടെ ബാനാണ്. ആകപ്പാടൊരു കഞ്ഞിക്കുഞ്ഞി അവസ്ഥയല്ലേ.